ഹായ് ഫ്രണ്ട്സ്, ഉള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു കമൻറ്റിൻ്റെ ഒരു ആൻസറാണ് ഡീകംപ്രഷൻ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഡീകംപ്രഷൻ ഞാൻ ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീകംപ്രഷൻ എങ്ങനെ സെറ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് അത് വർക്കിംഗ് എങ്ങനെയാണ്, മൈനസ് എന്താണെന്നുള്ളതും പ്ലസ് എന്താണെന്നുള്ളതും പറഞ്ഞുതരാം. ഇതാദ്യം നമുക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഡീകംപ്രഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഈ ഒരു എക്സ്റ്റൻഷൻ സ്ലീവ് ഹെഡിലേക്ക് കൊടുക്കുന്ന എക്സ്റ്റൻഷൻ സ്ലീവ് സാധാരണ റെഡിമെയ്ഡ് വരുന്നതായിട്ടാണ് എൻ്റെ അറിവ്. റെഡിമെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ റെഡിമെയ്ഡ് സെറ്റ് ചെയ്ത് എന്താ പ്രശ്നം വെച്ചാൽ നമ്മളിത് ഹൈറ്റ് കൂടും. ഇത് ഹൈറ്റ് കൂടുമ്പോൾ ഡീകംപ്രഷൻ്റെ ബോഡി ശരിക്കും ഈ ഷാസിയുടെ മുകളിലേക്ക് തട്ടും. ഈ തട്ടുന്ന സമയത്ത് ഇത് സ്റ്റക്ക് ആവാനും ഡീകംപ്രഷൻ പ്രസ് ചെയ്യുന്നത് സ്റ്റക്ക് ആവാനും നമ്മൾ ചെറിയ രീതിയിൽ മൈലേജ് ഡ്രോപ്പ് നമ്മൾ അറിയില്ല. വണ്ടി റണ്ണിങ് സമയത്ത് ചെറിയ രീതിയിൽ ഡീകംപ്രഷൻ ഔട്ട് ആവണമെന്നും ചെറിയ എയർ ഒന്നും ഔട്ട് ആകുമ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പം ഡീകംപ്രഷൻ ഔട്ടാണ് മൈലേജിനൊക്കെ പെർഫോമൻസിനൊക്കെ അല്ല ബാധിക്കും. അതുകൊണ്ട് കറക്റ്റ് ചെയ്ത് നോക്കുക. ഈ കറക്റ്റായിട്ട് സ്ലീവ് ടേപ്പറ്റ് ഡോറിന്റെ ആ ഒരു കറക്റ്റ് ലെവലിലാണ് ഇത് വന്നേക്കുന്നത്. ആ രീതിയിൽ കസ്റ്റം മെയ്ഡ് സ്ലീവ് തന്നെ ഉണ്ടാക്കി ഇറക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ലേത്ത് വർക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അഭിലാഷ് എഞ്ചിനീയറിംഗ് നമുക്ക് ചെയ്തെന്ന് മഞ്ചേരിയുള്ള. അപ്പോൾ ആ ഒരു വൃത്തിയിൽ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന് വലിയ വിഷയമില്ലാതെ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഒരിക്കലും ഇതൊരു വണ്ടിക്ക് ആവശ്യമുണ്ടോ ഇത് യാതൊരു വണ്ടിക്ക് ഇതിന്റെ യൂസ് വണ്ടിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഓട്ടോ ഡീകംപ്രഷനാണ്. ഒരു നിശ്ചയ RPM കുറയുന്ന സമയത്ത് എക്സോസ്റ്റ് ക്യാമിന്റെ മുകളിലുള്ള ആ ഒരു ഫ്ലൈ വെയിറ്റിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് ആ ഒരു വാൽവ് ഓപ്പൺ ആക്കുകയും ആ വാൽവ് ഓപ്പൺ ആക്കിയതിന് ശേഷം ആ കംപ്രഷൻ സൈലൻസിലൂടെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ ഒരു സാധനത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. ചില ആളുകൾ പഴയ വണ്ടിയുടെ ഡീകംപ്രഷൻ പ്രസ് സിസ്റ്റം തന്നെ വേണം. ആ ഒരു രീതിയിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് തന്നെ കിക്കർ ഓവർ ടൈറ്റുള്ള കിക്കർ നമുക്ക് എത്രയും ചവിട്ടി താഴ്ത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ഓട്ടോ ഡീകംപ്രഷൻ വർക്ക് ചെയ്യാത്ത ഫ്ലൈ വെയിറ്റ് ഡാമേജ് ആയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ കിക്കർ ടൈറ്റിന് നേരെ ഇതെല്ലാം പരിഹാരം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എക്സോസ് ക്യാമ്പിലൊക്കെ മാറ്റി കൊടുക്കുന്ന ആ ഒരു കിക്കർ ടൈറ്റിൻ്റെ പ്രശ്നങ്ങൾ തീരും കേട്ടോ. അല്ലെങ്കിൽ അതിൽ പിന്നും അതിന്റെ സ്പ്രിങ് മാറ്റി കൊടുത്താൽ കിക്കറിന്റെ ടൈറ്റിന്റെ വിഷയങ്ങൾ തീരും. അപ്പൊ ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിന്നെ പൈസ മുടക്കുകയും വേണം. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടെടുക്കുകയും വേണം. ചെറിയ രീതിയിൽ ലീക്കോ കാര്യങ്ങളോ ഇടയ്ക്കിടയ്ക്ക് അയച്ചിട്ട് ലീക്കോ കാര്യങ്ങളോ വല്ലതുകൊണ്ട് ചെക്ക് ചെയ്യണം. കാരണം നമ്മളിത് കസ്റ്റം മെയ്ഡ് ആണ്, കമ്പനി ഫിറ്റഡ് അല്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ രീതിയിൽ കംപ്രഷന്റെ മാറ്റം വരും. അത് സ്ലീവിന്റെ ഉള്ളിലേക്കൂടി കംപ്രഷൻ ഫില്ല് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ആ ഒരു പിന്നെ ബോറിന്റെ സൈസ് കൂടുന്നമായിരുന്ന ചെറിയൊരു ഇൻക്രീസിങ് ഇതിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എയർ ഫ്യൂൽ മിക്സർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതൊരു ഏത് വണ്ടിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്ക് വണ്ടി വരുന്ന എല്ലാ വണ്ടിക്കും ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് പിന്നെ ക്ലാസിക് അതേമാതിരി പിന്നെ BS6 വണ്ടി ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഇത് BS6 ആണ് വണ്ടി. BS6 എക്സ്ട്രാ നമ്മൾ സ്പാർക്ക് ആഡ് ചെയ്തിട്ട് കാർബറേറ്ററിലേക്ക് മാറ്റിയിട്ടുള്ള വണ്ടിയാണ്. ഒരിക്കലും ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്ന സജസ്റ്റ് ചെയ്യുന്നില്ല. ഒരിക്കലും കാർബറേറ്ററിലേക്ക് മാറ്റാതിരിക്കുക. F5 കൂടുക. ഭാവിയിൽ BS7 ഒക്കെ വരുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ ആ ഒരു കോൺസിക്വൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അഥവാ നിർബന്ധമായിട്ട് മാറ്റുന്ന പാർട്സുകളായിട്ട് വാങ്ങി സൂക്ഷിക്കുക. രണ്ടാമത് തിരിച്ചാക്കണം, നല്ലൊരു സംഖ്യ ചെലവ് വരും. പിന്നെ രണ്ടാമത് എക്സോസ് ക്യാമ്പിന്റെ മുകളിലുള്ള ഫ്ലൈ വെയിറ്റും അതിന്റെ പിന്നും സ്പ്രിങ്ങും ഒഴിവാക്കുന്ന ആളുകളുണ്ട്. അത് ഒഴിവാക്കുന്ന കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയിൽ ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക. സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്പ്രേ ക്ലച്ച് നമ്മൾ അത്രയും ലോഡ് സ്പ്രേ ക്ലച്ച് പോകും. പിന്നെ മോട്ടറിന് ലോഡ് വരും. കാരണം നമ്മൾ ഒരിക്കലും സെൽഫ് അടിക്കുന്ന സമയത്ത് ഡീകംപ്രഷൻ പ്രസ് ചെയ്യില്ല. നോർമലായിട്ടും സെൽഫ് അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത്രയും ലോഡ് വണ്ടി സ്റ്റാർട്ടാവും. പകുതി നിൽക്കില്ല. ഒരു 4/1 ലൈഫ് സ്പ്രേ ക്ലച്ചിന്റെ അസംബ്ലിയുടെ ലൈഫ് കുറയും. അതുകൊണ്ട് സെൽഫുള്ള ആളുകൾ ഒഴിവാക്കുക. പിന്നെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഡീകംപ്രഷനിൽ മാത്രം സ്റ്റാർട്ടായാൽ മതി എന്നുള്ള ആളുകൾക്ക് ഇത് ഒഴിവാക്കുന്നൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളിത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡീകംപ്രഷൻ പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രസ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ കിക്കർ ടൈറ്റുള്ള സമയത്ത് മാത്രം നമുക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈ ശബ്ദം ഉണ്ടാക്കി പോട്ടോ.
ആ പഴയ വണ്ടിയുടെ സൗണ്ട് ഇല്ലല്ലോ, ആ ശബ്ദം ഉണ്ടാക്കാനും ഈ ഒരു ഡീകംപ്രഷൻ പറ്റും. അല്ല ഇതിന് വലിയൊരു എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം ശബ്ദം ആഗ്രഹിക്കുന്ന ആൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുക ചെയ്യാവുന്നുള്ളൂ. അല്ലാതെ വേറൊരു അഡ്വാൻറ്റേജ് ഇതിനുള്ള ഇല്ല. ഇതിൽ വേറൊരു അഡ്വാൻറ്റേജും ഇല്ല. അതുകൊണ്ട് അതും ആരും എനിക്കിത് ചെയ്താലേ പറ്റൂ എന്ന് വിചാരിച്ചാൽ തിരക്കിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സാധാരണഗതിയിൽ കിക്കർ ടൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സോസ് ക്യാമ്പിൽ മാറ്റി കൊടുത്താൽ കിക്കറിന്റെ ടൈറ്റ് സ്വാഭാവികമായിട്ടും മാറുന്നതാണ്. അല്ലാത്തവർക്ക് കാലിന് മുട്ടിന് വേദനയുണ്ട്, പലപ്പോഴും കിക്കർ ടൈറ്റ് വരും, ചില മതി ലോക്കാവുന്ന വിഷയങ്ങൾ ആളുകൾക്ക് ഇത് മാറാവുന്നതാണ്. മാറി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നും മാറണ വിധം ഇടയ്ക്കൊന്ന് സർവീസ് ചെയ്യണം. പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഹെഡിന്റെ മുകളിൽ എടുക്കുന്ന വർക്കാണ്, പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.